കെയർ ഗിവർ സ്ട്രെസ്. നമ്മളുടെ വീട്ടിലൊരു ബെഡ് റിഡൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടെർമിനൽ ഇൽനെസ് അനുഭവിക്കുന്ന ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പറിലെ ഒരാളായിരിക്കും അവരുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് അവരെ നോക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഫാമിലി മെമ്പർ അവിടെ അവൈലബിൾ ആകുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 8 മണിക്കൂറിൽ കൂടുതൽ അവർ ആ കെയർ ഗിവിങ് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സിൻ്റെ പേരാണ് കെയർ ഗിവർ സ്ട്രെസ്. ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ദേഷ്യം, സങ്കടം, കുറ്റബോധം, എക്സോഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം വരെ പോകാനാണെങ്കിൽ ചിലപ്പോൾ ആൻസൈറ്റിയോ ഡിപ്രഷനോ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് ഫാമിലി മെമ്പേഴ്സ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇവർക്കൊരു റെസ്റ്റ് ടൈമും പേഴ്സണൽ ടൈമും അനുവദിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ റെസ്റ്റ് ടൈമും പേഴ്സണൽ ടൈമും എന്ന് പറയുന്നത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അവർ ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും എടുക്കുന്ന സമയമാണെങ്കിൽ പേഴ്സണൽ ടൈം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് അവർ കണ്ടെത്തുന്ന ഒരു സമയത്തെയാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇത് രണ്ടും അനുവദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലൂടെ അവരുടെ ആ കെയർ ഗീവേഴ്സ് റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും ചെയ്യാൻ അവർക്ക് സാധിക്കും.